ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞങ്ങളുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ ദിവസം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കാണിക്കുന്നത്. ഇത് അഞ്ജുന ബീച്ച്, ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് അഞ്ജുന ബീച്ച്. വളരെ മനോഹരമായ ബീച്ചാണ്. ഗോവയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്, എങ്കിലും ഓരോ ബീച്ചും ഓരോ രീതിയിൽ വ്യത്യാസമുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ടൂറിസം വകുപ്പ് ഇങ്ങനെ ഓരോ ബീച്ച് കാണുന്നതിനൊക്കെ ഉള്ള ആ നിർമ്മിതികളൊക്കെ വളരെ മനോഹരമാണ്. എത്രത്തോളം നമുക്ക് ബീച്ചിൽ ഉള്ളിലോട്ട് ചെന്ന് കാണാൻ പറ്റുന്നു അതേപോലെ രീതിയിലാണ് അവർ അതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ശാന്തമായ ഒരു ബീച്ചാണ് അഞ്ജുന ബീച്ച്. ഇത് അവിടുത്തെ ഗോവയിലെ പനാജിയിലുള്ള ഒരു വലിയ മേൽപ്പാലമാണ്. ഒരു വലിയ പാലമാണ് കേട്ടോ. എത്രയോ കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ പാലമായിട്ടാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ ക്രൂസ് കാണാൻ പോയി. ഷിപ്പിൽ ഉള്ളിലാണ് ഉള്ള ഒരു യാത്രയാണ് ക്രൂസ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപാട് ആൾക്കാർ ക്രൂസിലൊക്കെ കയറിയിട്ടുള്ളവരായിരിക്കും. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ക്രൂസിലൂടെയുള്ള യാത്ര. പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഷിപ്പിലാണ് ഞങ്ങൾ കയറിയത്. ഒരാൾക്ക് എൻട്രി പാസ് 600 രൂപയാണ് കേട്ടോ. അത് നമ്മുടെ പാക്കേജ് ടൂറിനോടൊപ്പം ഉള്ളതല്ല, അത് നമ്മൾ തന്നെ അത് പേ ചെയ്യണം. പിന്നീട് ക്യൂ നിൽക്കുകയൊന്നും വേണ്ട, അതവർ ടൂർ പ്രോഗ്രാം കൊണ്ടുവന്ന ആൾക്കാർ തന്നെ നമുക്ക് പാസ്സൊക്കെ എടുത്തു തരും. അതിനുശേഷം ഞങ്ങളെല്ലാവരും അതിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ പല പല ആക്ടിവിറ്റീസുകളാണ് കൂടുതലും ഷിപ്പിനുള്ളിൽ നടക്കുന്നത്. 2 മണിക്കൂറോളം നമുക്ക് അതിനുള്ളിൽ ചിലവഴിക്കാം. അതുപോലെ തന്നെ ഫുഡും പിന്നെ എല്ലാം അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പേ ചെയ്ത് വാങ്ങി കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ആക്ടിവിറ്റീസുകളൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുകളിലോട്ട് കയറുകയാണ്. മുകളിൽ നിന്ന് നമുക്ക് നല്ല സീനറിയാണ് കാണാൻ കഴിയുന്നത്. നല്ല രസമാണ് അതിൻ്റെ മുകളിൽ, കപ്പലിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് അവിടോട്ട് പോയി നിന്ന് കാണുകയാണ്. ഇതെല്ലാം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ഇല്ല, കുറേ, എന്നാലും 3/4 ഭാഗം പേര് ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാം. പെട്ടെന്ന് മഴക്കാർ വരും, അതേപോലെ മഴ ശക്തിയായിട്ട് പെയ്യും, പെട്ടെന്ന് തോരുകയും ചെയ്യും. നമ്മുടെ ഇവിടുത്തെ കണക്ക് ചനിയനാ നിൽക്കത്തില്ല, പെട്ടെന്ന് മഴ തോരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ മഴയുടെ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. എങ്കിലും കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഒരുപാട് നല്ല നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കാണുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ പാലം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. പനാജി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രൂസും ഈ പാലവും ഒക്കെ ഉള്ളത്. അത് ഗോവയുടെ തലസ്ഥാനമാണ്. ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ പനാജി പട്ടണമുള്ളൂ. പക്ഷേ നല്ല മനോഹരമായിട്ട് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഗോവയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് പനാജി. അതൊക്കെ ഗോവയുടെ തലസ്ഥാനമാണ്. ഏറ്റവും മനോഹരം ഈ പാലമാണ്. പാലം എങ്ങനെ അത് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പുനലൂർ തൂക്കുപാലം പോലെ ഏകദേശം ഇങ്ങനെ ആ ചെയിൻ വലിച്ചൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, നല്ല രസമായിട്ടാണ് പിന്നീട് ഇവിടെ ക്രൂസിൽ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി. പരമ്പരാഗതമായ ഡാൻസുകളാണ് ആദ്യം അവർ കളിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ആസ്വദിക്കുകയാണ്. അടിച്ചു പൊളിച്ച് നടക്കുന്നവർക്കൊക്കെ വളരെ ആസ്വാദ്യകരമായ കാര്യങ്ങളാണ് കാണുന്നത്. ഒരുപാട് ഡാൻസ് അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ട് കുറച്ച് സമയം ചിലവഴിക്കാം. അതുപോലെ തന്നെ പിന്നീട് അവരിങ്ങനെ എൻകറേജ് ചെയ്യും, നമ്മൾ ഉള്ളിലോട്ട് കളിക്കാൻ പോകാം എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. സ്ത്രീകൾ ആദ്യം വരട്ടെ, പുരുഷന്മാർ വരട്ടെ, കുട്ടികൾ വരട്ടെ, എല്ലാവരെയും അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ സ്ത്രീകളൊന്നും അധികം പോകുന്ന കണ്ടില്ല. ഇവിടെയുള്ള ഗോവയിലുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരെല്ലാം പിന്നീട് നന്നായിട്ട് തുണി കളിച്ച് അടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞങ്ങളുടെ കൂടെ വന്നൊരു കുട്ടി അവിടെ സ്റ്റേജിൽ പോയി നിന്ന് കളിക്കുന്ന കാഴ്ചകളാണ്. അതിനോടൊപ്പം കുറേ ആൾക്കാരും തുള്ളുന്നുണ്ടായിരുന്നു. നല്ല അടിച്ചുപൊളി പാട്ടുകളാണ് അവർ ഇടുന്നത്. പാട്ട് കേൾക്കുമ്പോഴേ ഇങ്ങനെ ആൾക്കാർ അറിയാതെ ഓടി ഇങ്ങോട്ട് ചെല്ലും കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു ദിവസം കിട്ടുന്നത് എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ചിലവഴിച്ച് അത് നമുക്ക് മനസ്സിന് നല്ല സംതൃപ്തി തരുന്ന രീതിയിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആസ്വദിക്കുകയാണ്.
എന്തായാലും ക്രൂസിലൂടെയുള്ള ഒരു അനുഭവം വളരെ നല്ലതായിരുന്നു. പിന്നീട് ഈ കാണുന്നതൊക്കെ ഈ കാസിനോകളാണ്. യാത്രയ്ക്ക് ഉപയോഗമല്ലാത്ത കപ്പലുകളൊക്കെ ഒരു കാസിനോകളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഗോവയിൽ. അങ്ങനെയുള്ള ഒരുപാട് കപ്പലുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കപ്പലിനുള്ളിൽ നിന്ന് എടുക്കുകയാണ്. തുള്ളുന്ന ആൾക്കാരൊക്കെ അവിടെ ഭയങ്കര തുള്ളൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ്. നല്ല പാട്ടാണ് അവിടുത്തെ ആ പരമ്പരാഗതമായ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. അതുപോലെ അവരുടെ ആ സ്റ്റെപ്പുകളൊക്കെ നല്ല രസമാണ്. നമ്മുടെ നാടോടി നൃത്തം പോലൊക്കെ തോന്നുമെങ്കിലും പക്ഷേ അത് വേറൊരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡാൻസ് പാട്ടൊക്കെയാണ്. എത്ര നമുക്ക് കണ്ടാലും കഴിയുന്നില്ല. നല്ലൊരു രസമുള്ള കാഴ്ചകളാണ് ക്രൂസിലൂടെയുള്ള യാത്ര. കുറച്ചൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് കാണാമല്ലോ എന്ന് കണ്ട് എടുത്തതാണ്. എല്ലാം കൂടി ഇതിൽ ഇടാൻ പറ്റത്തില്ല. ഇനി കുറച്ചൊക്കെ നിങ്ങളും കണ്ട് ആസ്വദിക്കും. ഡാൻസൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുറേയൊക്കെ ഡാൻസ് കണ്ടു. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ മുകളിൽ വന്ന് വീണ്ടും കുറച്ച് ഈ കാസിനോകളുടെയൊക്കെ ഒരു വീഡിയോ കുറച്ച് എടുക്കാമെന്ന് കരുതി. അത് വലിയ വലിയ അംബാനി അതേപോലുള്ള ആൾക്കാർ ചൂത് കളിക്കാനായിട്ടൊക്കെയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ കയറുന്നതിന് 3000 രൂപയാണ് സ്റ്റാർട്ടിങ് പാസ്. അതിൽ കൂടുതലുള്ള പാസ്സുകളുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറി ജസ്റ്റ് കാണാം അവർ കളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ലക്ഷങ്ങൾ വേണം കളി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും. അതുകൊണ്ട് നമുക്കൊക്കെ വേണമെങ്കിൽ പോയി കാണുന്നതിന് കുഴപ്പമില്ലെന്നാണ് ഞങ്ങളുടെ ടീം മാനേജർ പറഞ്ഞത്. എങ്കിലും അത് ഞങ്ങളുടെ ഷിപ്പ് അതിന് അടുത്തുകൂടെ പോയപ്പോഴെടുത്ത വീഡിയോ ആണിത്. ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ. ഒരുപാട് വീഡിയോ അല്ല, ഒരുപാട് കാസിനോകളുണ്ട് അതേപോലെ. ഇത് കുറേ കുട്ടികൾ ആ സമയത്ത് അതുവഴി പോയതാണ്. ഇത് മറ്റൊരു കാസിനോ ആണ്. ഇത് ബിഗ് ഡാഡി കാസിനോ. ഇതുപോലെ വലിയ വലിയ ഒരുപാട് കോടിപതികളുടെയൊക്കെ കാസിനോകളാണിത്. ഇത് മറ്റൊരു കാസിനോയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ രസമുള്ള ഒരു യാത്രയായിരുന്നു ഈ ക്രൂസിൽ വഴിയുള്ള യാത്ര. പിന്നീട് ഞങ്ങൾ വീണ്ടും ഉള്ളിൽ വന്ന് കുറച്ചുകൂടെ ഡാൻസൊക്കെ കാണുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ അതിനുള്ളിൽ ചിലവഴിക്കാൻ ക്ലാസ്സുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ടു. പിന്നീട് ഞങ്ങൾ രാത്രിയായി, ഏകദേശം സന്ധ്യ കഴിഞ്ഞൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നീട് രാത്രിയിൽ ഞങ്ങൾ ആ പനാജിയിലെ മനോഹരമായ രാത്രി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര തുടങ്ങിയത്. പിന്നീട് യാത്ര നമ്മുടെ ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. നല്ല മനോഹരമായൊരു പട്ടണമാണ് പനാജിയൊക്കെ കാണാൻ നല്ല രസത്തിലാണ് അവർ അത് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഗോവയുടെ തലസ്ഥാനമാണ്. പിന്നീട് ആ പാലത്തിന് മുകളിലൂടെയാണ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് യാത്ര ചെയ്തത്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചൈനീസ് ഫുഡാണ് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ട് മനോഹരമായ യാത്രയായിരുന്നു. ബാക്കി വീഡിയോകളുമായി നാളെ കാണാം. ബൈ.